അപ്പം ഇന്ന് എനിക്ക് എൻ്റെ കിട്ടിയോന് ബ്രിഞ്ചാൽ ചില്ലി ഉണ്ടാക്കി തന്നിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടാലോ. ഞങ്ങളതാ ഒരു ചെറിയ വഴുതനം കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നുള്ളതോ പിന്നെ ഉണക്ക ചെമ്മീൻ വറുത്തതാണ് കേട്ടോ വേണ്ടത്. ഞങ്ങൾ എന്ത് ചെയ്തു, ഉണക്ക ചെമ്മീൻ്റെ മസാല കിട്ടുമല്ലോ, അതങ്ങോട്ട് വാങ്ങിയൊരു പാക്കറ്റ്. അപ്പോൾ അതും കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായി ഒരു ജാർക്ക് കേട്ടോ. പിന്നെ ചെറിയ ജീരകം ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതിക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്തു, കുറച്ച് കോൺഫ്ലവറും ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഈ ഒരു മുളക് പൊടിയും ഇതൊക്കെ അരച്ചെടുത്തപ്പോൾ, ചെമ്മീനും അരച്ചെടുത്തപ്പോൾ അതിൽ കുറച്ച് രണ്ട് മൂന്ന് വെളുത്തുള്ളി ഇടാൻ കാക്ക മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കനം കുറച്ച് നമ്മളെ വഴുതനങ്ങ കട്ട് ചെയ്തു. പിന്നെ മുളകും കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു, വേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ചും കൂടെ ഉപ്പ് കുറവായപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ കുറച്ച് കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് നമ്മൾ സാധാരണ വെളിച്ചെണ്ണയിലോ എന്തെണ്ണയുള്ളത് ചൈല് പൊരിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ ഇതുവരെ നിങ്ങൾക്ക് അറിയാത്തൊരു റെസിപ്പിയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി വെക്കണം കേട്ടോ. അത് അപാര ടേസ്റ്റാണ്. ഇത് നമുക്ക് ചായൻ്റെ കടിയുടെ കൂടെ കഴിക്കാം, അതുപോലെ ചോറിൻ്റെ കൂടിയും ഒക്കെ കഴിക്കാം കേട്ടോ. ചായക്ക് കടിയായിട്ടും ഇത് ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു സംഭവമാണ് കേട്ടോ. 4 മണിക്ക് കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോഴത്തേനും ഉണ്ടാക്കി കൊടുത്താൽ ചായയുടെ കൂടെ കഴിച്ചോളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞാനിത് കഴിച്ചപ്പോൾ കാക്കാനോട് പറഞ്ഞത് കഷ്ണം മീൻ പൊരിച്ചതിനേക്കാൾ ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, മീൻ പൊരിച്ചതാണ് എനിക്കിഷ്ടം. ചിക്കൻ പൊരിച്ചതിനേക്കാളൊക്കെ എനിക്ക് മീൻ പൊരിച്ചതാട്ടോ ഇഷ്ടം. അതിനേക്കാൾ ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറയുന്നു കാക്കാനോട്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്കൂൾക്ക് കൊണ്ടുപോകാനൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. നമുക്ക് ഇറച്ചി മീനൊന്നും കിട്ടാത്തൊരു ദിവസമാണെന്നുണ്ടെങ്കിൽ അന്ന് ഉണ്ടാക്കുക. ഈ ചോറും ചായ ഒന്നും വേണ്ട കേട്ടോ, നമുക്കിത് വെറുതെ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാട്ടോ. ചൂടോട് കൂടി ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. പിന്നെ കാക്കാക്ക് പിന്നെ നല്ല കൈപ്പുണ്യമുള്ള ആളും കൂടിയാണ് കേട്ടോ. കാക്ക ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റുമാണ്. കാക്ക ഒരു ജ്യൂസ് അടിച്ചാൽ പോലും അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. മാഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടട്ടെ. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഓരോ റെസിപ്പികളൊക്കെ കാണിച്ചു കൊടുക്കാമെന്ന് കാക്ക പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും ലൈക്ക് ചെയ്തിട്ടും കമൻറ്റ് ചെയ്തിട്ടും ഒക്കെ ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്തൊരു വീഡിയോ